അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ തായ്ലൻഡിലാണ്. തായ്ലൻഡിലെ നോങ് നോങ് വില്ലേജിലാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് വീഡിയോ നോങ് നോങ് വില്ലേജ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടാണ്. സോ നമ്മുടെ ചേട്ടൻ ഇപ്പോഴും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്, ചിലതൊക്കെ. ബിഗ് സി ഇവിടെ എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കടയാണ് ബിഗ് സി എന്ന് പറയുന്നത്. നമ്മുടെ 7-Eleven പോലെ തന്നെ, അതുപോലെ തന്നെ എല്ലായിടത്തും സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് ബിഗ് സി. അപ്പോൾ ഇതിനകത്തും ഒരു ബിഗ് സി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം. നമ്മൾ ആദ്യമായിട്ടോ ബിഗ് സിയിൽ കയറുന്നത്. ജസ്റ്റ് ഒന്ന് ആ ഒരു അവലോകനം നടത്താം എന്തൊക്കെ അവിടെ ഉള്ളതാണ്. ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ട് കേട്ടോ. ഇത് എന്തൊക്കെ ഫിഷിൻ്റെ ഒക്കെ സ്നാക്സാണ്. നമുക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. കുറേ സ്നാക്സ് വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കണ്ടില്ലേ ബിഗ് ഷീറ്റ്, ഇതൊരു സീവീഡ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ സ്നാക്സ് പോലെ ഇങ്ങനെ കുറിക്കാനൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാം. പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് സെക്ഷനുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുടിച്ചോണ്ടിരുന്ന ഒരു ഡ്രിങ്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു വിറ്റാമിൻ്റെ ഡ്രിങ്കും പിന്നെ ഒരു നെസ്കഫേയുടെ ഒരു കോഫി. ഐസ്ക്രീംസ് ആണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സോപ്പാണ് സോപ്പ് എലഫൻറ്റ് കോക്കനട്ട് സോപ്പ്. ഇപ്പോൾ ആനയുടെ ഷേപ്പുള്ള സോപ്പാണ്. ഇത് കണ്ടോ ലേസിൻ്റെ സ്റ്റാക്സ്. ഇത് സംഭവം നൈസാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. കാർത്തിക് സൂര്യയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. സനു ബ്രോയുടെ ഒക്കെ ആണെങ്കിലും വീഡിയോ കണ്ടായിരുന്നു സ്റ്റാക്സ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ വാങ്ങിക്കാം. പ്രിങ്കിൾസ് ഉണ്ട്. പ്രിങ്കിൾസിനകത്ത് പിന്നെ ഒരു പുതുമയില്ല. ഈ ലേസിൻ്റെ സ്റ്റാക്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്തായാലും ഈ ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ സംഭവം, ക്വാളിറ്റിയുടെ. വേറെ കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം ഇതെടുക്കാം. ഇതെന്താന്നിട്ട് വായിക്കാനും വയ്യ. നമുക്ക് നോക്കാം. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി? ഇത് നമ്മുടെ ആനകൾ പെയിൻറ് ചെയ്യുന്ന ടീഷർട്ട്സ് ആട്ടോ ഇതൊക്കെ. നല്ല ഭംഗിയുണ്ടല്ലേ. ആനയ്ക്ക് ഇങ്ങനത്തെ കഴിവൊക്കെ ഉണ്ട് എന്താല്ലേ. അതെല്ലാം നമ്മൾ ഇങ്ങനെ പെയിൻറ് ചെയ്തതിന് ശേഷം വിൽക്കാനായിട്ട്. നല്ല ദാഹം, എന്തെങ്കിലും കുടിച്ചാലോ. നമുക്ക് ഈ കരിക്ക് അവിടെ വെട്ടി വെച്ചേന്ന് കാണാം അല്ലേ, നല്ല ഷേപ്പിൽ. 60 ബാത്ത് കേട്ടോ. നല്ല അല്ലേ. എങ്ങനെയുണ്ട് തായ്ലൻഡ് ഇളനീര്? എങ്ങനെയുണ്ട്? വേറെ ടേസ്റ്റ്, പക്ഷെ നല്ല മധുരം. സൂപ്പർ മധുരം, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചോദിക്കാം, ഇതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. ഈ നോങ് നോങ് വില്ലേജിലെ ചെടികൾ മാത്രമല്ല കേട്ടോ, ഇതേപോലെ ആനകളുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം ഈ ആനകൾക്ക് വേണ്ടിയിട്ടാണ് പോലും ഈ കരിക്കിൻ്റെ പോർഷൻ ഉപയോഗിക്കുന്നത് പോലും. വെള്ളം കുടിക്കാൻ മാത്രമേ പറ്റുള്ള, മേപ്പിളൊന്നും തരത്തില്ലെന്ന് പറഞ്ഞു. അത് വെട്ടി ആനയ്ക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് കിട്ടിയില്ല. എന്തായാലും നമുക്ക് മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആനകളെ ഇങ്ങനെ നിർത്തുന്നതാണ്. പിന്നെ ആനകൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 50 ബാത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴം വാങ്ങിച്ചിട്ട് ആനകളെ ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതെന്തായാലും നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. എന്തായാലും അച്ഛനെന്തോ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഴം വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ആനയെ ഫീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആന സഫാരി പോലെയുണ്ട്, പിന്നെ ആനയുടെ ഷോയൊക്കെ ഉണ്ട്. അത് ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇഷ്ടംപോലെ നല്ല പരിപാടിയാണ് കേട്ടോ. ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ നോങ് നോങ് വില്ലേജ്. ഇപ്പോൾ ചെടി ഇഷ്ടമാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ നല്ല ആനിമൽസിനെയൊക്കെ കാണാം, നല്ല രസമാണ്. ആനിമൽസ് ഞാൻ ഉദ്ദേശിച്ച ആനയെ മാത്രമേ ഉള്ളൂ കേട്ടോ. ആന മാത്രമേ ഉള്ളൂ ഇവിടെ. ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ആന ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് പൂക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാനും ആനയ്ക്കൊരു പഴം കൊടുത്തു. കണ്ടില്ലേ, ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ അപ്പോൾ ആനയ്ക്ക് നമ്മൾ ടിപ്പ് കൊടുക്കും കേട്ടോ. അത് കൊടുക്കുന്നത് നല്ല രസമായി. ആനയുടെ തുമ്പിക്കൈയിലോട്ട് പൈസ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നി. കണ്ടില്ലേ, ഇതാണ് ആന സഫാരി ഞാൻ പറഞ്ഞത്. നമ്മൾ വീണ്ടും ബിഗ് സിയിലോട്ടല്ല കയറുന്നത്. ഈ ബിഗ് സിക്ക് അകത്തൂടെയാണ് നമ്മൾ അകത്തോട്ടുള്ള ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നത്. ബിഗ് സിയിലിപ്പോൾ ആരെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇത് കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം, നല്ല വിശപ്പ്. ഉച്ചക്കത്തെ ഫുഡ് ഇന്ത്യൻ ഫുഡാണെന്ന് കേട്ടോ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഇന്ത്യൻ ഫുഡാണ്. കൊള്ളാമല്ലേ. താജ്മഹലും നമ്മുടെ ഇന്ത്യൻ മോണുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടല്ലേ, ആർട്ട് വർക്ക്. കൊള്ളാം, അടിപൊളി. ലെമൺ റൈസ കഴിക്കാം. ഇല്ല, വെജ് പുലാവ്, നാൻ, ദാൽ തടുക്ക, വെജ് പനീർ ബട്ടർ മസാല. ഇത് പൊക്കണം. ബിന്നി വേണ്ട. ആലു ഗോബി ജീര. ഇത്രയേ ഉള്ളൂ. വെജാണ്. തൽക്കാലം ഇതിൽ തുടങ്ങാം.
പനീർ ബട്ടർ മസാല, നാൻ, സ്റ്റീം റൈസ്, എന്തോ ഒരു കറി മറന്നു. പേഴ്സണലി ഞങ്ങൾക്ക് ആ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് പേഴ്സണലി ഒരു സുഖം തോന്നിയില്ല. എനിക്ക് അതിലും ബെറ്ററായിട്ട് തോന്നുന്നത് അവരുടെ തായ് ഫുഡ് തന്നെയാണ്. അത് ഇനി വരുന്ന വീഡിയോസ് കാണിക്കാം. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. നമ്മളിനി അവരുടെ ഒരു ട്രഡീഷണൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും കയറി കാണാമെന്ന് വിചാരിച്ചു. ഒരു ട്രഡീഷണൽ ഷോ ആണ്. നല്ല രസമായിട്ടോ. ഇതിങ്ങനെ കുറേ നേരം നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. ഞാൻ എൻ്റെ കുറച്ച് ബിറ്റ്സ് ആയിട്ട് കാണിക്കും. മൊത്തം കാണിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതില്ല, പുതുമയില്ലല്ലോ. നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും കാണണ്ടേ. ഞാൻ ചെറിയൊരു ബിറ്റ് പോർഷനായിട്ട് കാണിച്ചു തരാം. എൻജോയ് ചെയ്യും. അപ്പോൾ അതൊരു ഗംഭീര ഷോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ആ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്ത് തന്നെ ഈ എലഫൻറ്റ് ഷോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എലഫൻറ്റ് ഷോയും കൂടെ നമുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ എലഫൻസിൻ്റെ കുറേ വികൃതികളും അവരുടെ കുറേ പരിപാടികളൊക്കെയാണ്. അതൊരു വേറൊരു രസമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നമ്മുടെ ഡ്രൈവർ ചേട്ടനും പറഞ്ഞു എലഫൻറ്റ് ഷോയ്ക്ക് കയറണം, മിസ്സാക്കല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 2:30 ഒക്കെ ആയി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇഷ്ടം പോലെ ആനകളുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ആ പ്രോഗ്രാമിനകത്തും കുറച്ച് ആനകളുണ്ടായിരുന്നു. ആ ആനകൾ ഇവിടെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ എത്തി. എന്തായാലും ഇഷ്ടംപോലെ ആനകൾ, ചെറുതുമുണ്ട് വലുതുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ആനയുടെ കൂടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ആനയ്ക്ക് ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് അവർക്ക് തിക്കും കൊടുക്കാം. ഉള്ള തലയൊക്കെ കണക്കി ഇയാളുടെ തുമ്പിക്കൈയിൽ ഇങ്ങനെ പൈസ വാങ്ങിക്കും. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ വരുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ തുമ്പിക്കൈയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീട്ടും, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടി എന്നിട്ട് പൈസ വാങ്ങിക്കും. അങ്ങനെ രസമാണ്. ഈ തുമ്പിക്കൈയിൽ വെച്ച് ആന നമ്മളെ പൊക്കുകയൊക്കെ ചെയ്യും. പൊക്കിക്കൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ആ ഫോട്ടോ എടുക്കുന്നതിന് വേറെ ചാർജ് എനിക്ക് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ പരിപാടിക്കൊന്നും മുതിർന്നില്ല, എനിക്കൊരു പേടി. എന്തായാലും നമുക്ക് ആനയെ കണ്ടാൽ മതി എന്നേ ഉള്ളൂ. അല്ല, ഇതിങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ആട്ടുന്ന പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ, കണ്ട അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും കൊള്ളാം, രസമാണ്.
നമുക്ക് ഈ ആനയുടെ പരിപാടികളൊക്കെ കാണാം. പൈസ കൊടുക്കാനേ പൈസ തീറ്റ കൊടുക്കൂ. Ladies and gentlemen, Nong Nut Tropical Garden would like to welcome to present you some great performances. With our elephant, you will enjoy the rest. എൻ്റെ അമ്മ ഒരു ആനകളല്ലേ, എത്ര എണ്ണോ നോക്കി, ചെറുതും വലുതും എത്ര എണ്ണം. എല്ലാം ഡ്രസ്സൊക്കെ ജയിച്ച് സെറ്റാണ്. എനിക്കൊന്ന് ഇവർ പെയിൻറ്റിങ് ചെയ്യും, പിന്നെ ഫുട്ബോൾ കളിക്കും, പിന്നെ മറ്റേ ബലൂൺ പൊട്ടിക്കൽ, അങ്ങനെ കുറേ പരിപാടികളുണ്ടെന്നാണ് പറയുന്നത്. നോക്കാം, ഓരോന്നെഴുതായിട്ട് കാണാം. ഇവരെങ്ങനെ ഈ ആനയെ കൊണ്ട് ഇവർ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചാൽ എനിക്ക് കണ്ട വാലയിലൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. ഉള്ള നല്ല രസമായിട്ടോ പരിപാടി. ഇതാ നോക്കി ആന ഇരിക്കുന്നത് കണ്ടോ ഫ്രണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ബലൂൺ പൊട്ടിക്കുന്നുണ്ട്.ครับ1 คะแนนนะ Good job เลยอย่าว่าฮึบLet's go มาครับเพียบเฮ้ยอย่างไรอ้วนวิ่งเร็วครับเร็วเพียบอย่างไรมาโน่นเพียบเฮ้ยNext show the elephant swing เดี๋ยวอย่าต้าเสียงไม่เอาไปถึงที่กันหน่อยครับหมายเลข20ครับ number 20 last ball please ครับ go ahead ผู้จากเกต้าเสียงผู้จากลูกสุดท้ายครับช้าใกล้ครับยังไงครับไปไหนครับผม എങ്ങനെയാണ് ഇവർ ഈ ആനേനൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്താവും? ഓ, ഇനി ആനകളുടെ ഫുട്ബോളാട്ടോ, അതുകൊണ്ടാണെന്ന് തോന്നി ഇവർ നെറ്റൊക്കെ കെട്ടി, കണ്ടില്ലേ? ആൾക്കാരെ അടുത്ത് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ കെട്ടി സെറ്റാക്കി. സേഫായിട്ടാട്ടോ എല്ലാം ചെയ്യുന്നത്. എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആണ്. എനിക്കതാണ് ഇവരുടെ ഒരു എല്ലാ ടൂറിസ്റ്റ് ഏരിയ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. എല്ലാം ഓർഗനൈസ്ഡ് ആണ്, നീറ്റാണ്, ഒരു കൺഫ്യൂഷൻസും ഇല്ല, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അയ്യവ ഫുട്ബോൾ അറിയുന്നതല്ലേ. ഗോൾ കീപ്പർ ഒരാൾ നിൽപ്പുണ്ട്, ഒരാൾ 2 പേരുണ്ട് ഗോൾ കീപ്പേഴ്സായിട്ട്. പെനാൽറ്റി ചെയ്യുന്നത് ആ പിക്കിങ് ആവും. എന്തൊക്കെ കാണണം. കൂള് അയ്യ വിക്ടറി ഒക്കെ വിക്ടറി ഡാൻസ് ഒക്കെ ഓച്ചോടാ. നേരിട്ട് ഇതൊക്കെ കാണണം. അച്ചോടാ രസമായി മൾട്ടി ടാലന്റഡ് ആനകളാണ്. പോയി എൻ്റെ ഉഷാറാണ്. എന്തായാലും നിങ്ങൾ തായ്ലൻഡൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യരുത്. ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇട്ടേക്കാം.
പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഞാനിത് ഡി ജെയുടെ ആക്ഷൻ ക്യാമറയിലാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വണ്ടി പ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.